കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹീതമായ 2024 ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉയിർപ്പിൻ്റെ സ്മരണകളെ പുതുക്കുവാൻ ഈ വർഷവും ദൈവം നമ്മെ സഹായിച്ചു. ദൈവം അതിനായി നമ്മെ ജീവനോടെ കാത്തു പരിപാലിച്ചു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന ഇപ്രകാരമുള്ള ഓരോ പ്രത്യേക ദിനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാക്കണം. അത് നിസ്സാരമായി കാണരുത്. കഴിഞ്ഞ വർഷം ഈസ്റ്റർ എൻ്റെ സ്മരണകൾ പുതുക്കിയ ഒരുപാട് പേർ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിലൊന്നും ഒക്കെ കടന്നുപോയവർ, അല്ലേ, മരണത്താൽ വേർപെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഈ ഉയിർപ്പിൻ സ്മരണകൾ പുതുക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാൻ പോകുന്ന ചിന്തകളെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം, നമ്മെ തന്നെ അതിലേക്ക് ഒരുക്കാം. പ്രത്യേകിച്ചും ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ നീ മതി യേശുവെ ഈ യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്യുന്ന, ദൈവവചനം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മരിച്ച് ഉയിർത്ത് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഉയിർപ്പിൻ ആശംസകൾ, ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൂതൻ സ്ത്രീകളോട്, യേശു ഇവിടെ ഇല്ല, യേശു പറഞ്ഞതുപോലെ ഉയിർത്തെഴുന്നേറ്റു, യേശു കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരിച്ച് മൂന്നാം നാൾ ഉയിർത്ത, ഇന്നും ജീവിക്കുന്ന ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ജീവിത നാളുകളിലൂടെ ഞങ്ങളെ വഴി നിർത്തുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ചരിത്രത്തെ രണ്ടായി തിരുത്തിക്കുറിച്ച ഞങ്ങളുടെ അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ശക്തി പകരുന്നതാക്കി തീർത്തിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നൊമ്പരങ്ങളിലൂടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഉയിർപ്പിൻ്റെ ശക്തി, ഞങ്ങൾ കൈവിടപ്പെടുമ്പോഴും നിരാശരായി തീരുമ്പോഴും ഭയത്തിൻ്റെയും നടുവിൽ ഇരിക്കുമ്പോഴും നാഥ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഉയിർപ്പിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളെ നടത്തുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പ പലപ്പോഴും ഞങ്ങൾ ഏകാന്തതയിലായി തീരുമ്പോഴും നാഥ ഉയിർപ്പിൻ്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു. അപ്പ അവിടുത്തെ സ്നേഹം, അവിടുത്തെ വാഗ്ദത്തങ്ങൾ, അവിടുത്തെ നന്മകൾ, അനുഗ്രഹങ്ങൾ ധാരാളം അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു. തിരുകൃപ നിഴലായി കൂടിരിക്കട്ടെ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വീകരിപ്പാൻ തക്കവണ്ണം ഉയർത്ത ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് തന്നെ വേദനകൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ അനുഭവിച്ചാലും ഉയിർപ്പിൻ്റെ കർത്താവെ ശക്തിനാഥ ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം നാഥ അവിടെ ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ അതിനായി ഞങ്ങളെ സഹായിക്കട്ടെ, കൃപയിൽ ബലപ്പെടുത്തണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ പാം സൺഡേ, ഹോശന്ന ഞായറാഴ്ച സന്ദേശത്തിൻ്റെ ഒടുവിൽ, ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: കഴുതക്കുട്ടിയുടെ മേൽ യെരുശലേമിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവായ യേശു ക്രിസ്തു, അതെ, രാജാതി രാജാവ്, കർത്താതി കർത്താവിനെ കുറിച്ച് 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനിലൂടെ പ്രവചന ദൂത് നൽകപ്പെടുകയുണ്ടായി. ആ പ്രവാചകൻ്റെ പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ആൻസർ എല്ലാവരും ശരിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. ഉത്തരം ഇതാണ്: സഖരിയ പ്രവാചകനാണ് അന്ന് ഈ പ്രവചനം നടത്തി എന്നുള്ളത്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ഇന്നത്തെ തിരുവചനം കേൾക്കണേ. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോകമെമ്പാടും ക്രിസ്തു വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ്, അത് ഈസ്റ്റർ എന്ന ദിനമായിട്ട് ആചരിക്കുന്നു, ആഘോഷിക്കുന്നു, സ്മരണകൾ പുതുക്കുകയാണ്. ഇന്ന്
ഉയിർപ്പില്ലാത്ത മതങ്ങളുടെ നടുവിലാണ് ക്രിസ്തു വിശ്വാസികൾ ഉയിർപ്പിൻ്റെ സന്തോഷത്തെ ഇന്ന് ആഘോഷിക്കുന്നത്, സ്മരിക്കുന്നത്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളൊരു മുസ്ലിമെങ്കിൽ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി AD 632 ജൂൺ മാസം 8-ാം തീയതി 61-ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി മരണപ്പെടുകയുണ്ടായി. കോടിക്കണക്കിന് ആളുകൾ ഇന്നും അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കൽ പോയി വരുന്നത് നമുക്ക് നാം അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും നേതാക്കൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. മരണപ്പെട്ടതിന് ശേഷം ഒരു മടങ്ങി വരവ് ഉണ്ടായില്ല. മരണമാകുന്ന വാതിലിനപ്പുറം പോയിട്ട് മടങ്ങി ആരും വന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മരണമാകുന്ന വാതിൽ കടന്നുപോയി തിരിച്ചു വന്നവൻ, ഇന്നും ജീവിക്കുന്നവൻ, മരണമില്ലാതെ ജീവിക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതിൻ്റെ സ്മരണയാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉയിർപ്പ് ഇല്ലാതിരുന്നു എങ്കിൽ, പുനരുത്ഥാനം ഇല്ലാതിരുന്നു എങ്കിൽ നമ്മുടെ വിശ്വാസം വൃഥാവായിരിക്കുമായിരുന്നു. ഉയിർപ്പ് ചരിത്രത്തെ തിരുത്തിക്കുറിച്ച വിജയമാണ്, മറന്നു പോകരുത്. ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വിജയമാണ് ഉയിർപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഉയിർത്ത ക്രിസ്തു ഇന്നും ലോകത്തിന്, വ്യക്തികൾക്ക്, കുടുംബത്തിന്, സമൂഹത്തിന് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു, ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ സഭയിലെ 1000-ഓളം വരുന്ന വിശ്വാസികളും 4 പുരോഹിതന്മാരും ചേർന്ന് ഒരു വ്യക്തിയെ അനേക വർഷങ്ങളുടെ പരിശ്രമ ഫലമായി മാനസാന്തരത്തിലൂടെ ക്രിസ്തുവിലേക്ക് വഴി നടത്തപ്പെടുകയുണ്ടായി. ആ മനുഷ്യൻ ഈ 1000-ഓളം വരുന്ന വിശ്വാസികളും 4 പുരോഹിതന്റെ ദീർഘവർഷങ്ങളുടെ കഠിന പരിശ്രമവും പ്രാർത്ഥനയുടെ ഫലമായി ഈ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഉയർത്ത ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ജീവിതത്തിൽ അംഗീകരിക്കുവാൻ ഇടയായി. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്ത് 95% വരുന്ന ക്രിസ്ത്യാനികളും ഒരു വ്യക്തിയെ പോലും ക്രിസ്തുവിലേക്ക് നയിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. കാരണം ഇത്ര വലിയ ഉയിർപ്പിൻ്റെ ശക്തിയും തെളിവും ഉണ്ടായിരുന്നിട്ടും ഈ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ക്രിസ്തു വിശ്വാസികൾ ഇന്ന് മുൻവരുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ച്, എത്ര കാലമായി നിങ്ങൾ ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിലേക്ക് നയിച്ചിട്ട്, ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നയിച്ചിട്ട് കാലങ്ങൾ എത്രയായി എന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാളെ എങ്കിലും ജീവിതത്തിൽ യേശുവിനായി നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ക്രിസ്തു വിശ്വാസി എന്ന് അഭിമാനിക്കുമ്പോഴും, ഞാൻ ക്രിസ്തു വിശ്വാസി എന്ന് ഞാൻ സാക്ഷിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഒരു വ്യക്തിയെങ്കിലും എനിക്കുള്ളിലെ ഉയിർപ്പിൻ്റെ ശക്തിയിലൂടെ എനിക്ക് ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, കൊണ്ടുവരുവാൻ സാധ്യമായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ രീതി, ഈ പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന സുവിശേഷം അറിയിക്കുക, സുവിശേഷം പറയുക, പോകുക എന്ന ഒരു സ്ട്രാറ്റജിക്ക് വിരുദ്ധമാണെന്ന് പറയുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? പുറപ്പെട്ടു പോകുക, മറ്റുള്ളവരെ ക്രിസ്തുവിനായി നേടുക എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റ്, വലിയൊരു കമാൻഡ്മെൻറ്റ്. പക്ഷെ ഇന്ന് 95% വരെ ക്രിസ്ത്യാനികൾ, 95% ഇന്ന് മിണ്ടാതിരിക്കുന്ന അനുഭവത്തെ കാണുവാനായി സാധിക്കും. അതായത് ഈ കൽപ്പനയോട് പ്രതികരിക്കുന്നില്ല. ഈ കൽപ്പനയെ കേട്ടിട്ടും ഇന്ന് പലപ്പോഴും അതിനെതിരായിട്ട് യാതൊരു വിധമായ ഒരു ഉണർവില്ലാത്ത അനുഭവത്തിൽ ജീവിക്കുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിന് മാറ്റം വരുന്നു എങ്കിൽ അതിനർത്ഥം ലോകത്തിലെ ജനങ്ങൾക്ക് മാറ്റം വരുന്നു എന്നതാണ്. അത് ഗുഡാകട്ടെ ബാഡാകട്ടെ, ലോകത്തിന് മാറ്റം വരുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ജനത്തിന് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്തു വിശ്വാസികൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്.
ദർശനങ്ങളില്ല, ലക്ഷ്യം മാറിയിരിക്കുന്നു. മറ്റെന്തിലോ തിരക്ക് പിടിച്ച ജീവിത അനുഭവങ്ങളിലൂടെ ഇന്ന് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്ത് വിശുദ്ധ വേദപുസ്തകം കരങ്ങളിലേന്തി ഈ വേദപുസ്തകത്തിൽ പറയുന്ന പ്രകാരം ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് കർത്താവിനെ പിൻപറ്റുവാൻ വന്ന വിശ്വാസിയുടെ ലക്ഷ്യം മാറി, ദർശനങ്ങൾ മാറി. ഇന്ന് തിരക്ക് പിടിച്ച മറ്റെന്തോ ജീവിതത്തിൽ അവൻ വ്യാപൃതനായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യന്, ഒരു ക്രിസ്തുവിശ്വാസിക്ക്, ദൈവ പൈതലിന് ചിന്തിക്കുവാനും ഭാരപ്പെടുവാനും ലോകപരമായ ഒരുപാട് ചിന്തകളുണ്ട്, കുടുംബപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ക്രിസ്തുവിന്റെ ചിന്തകളോ ക്രിസ്തുവിന്റെ കൽപ്പനകളെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിനെക്കുറിച്ചുള്ള ഭാരം നഷ്ടമായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. ഇന്ന് ജീവനുള്ളതിനെ വിട്ട് ജീവനില്ലാത്തതിനെ നേടുവാനുള്ള ഒരു പരിശ്രമത്തിലും പ്രാർത്ഥനയിലും അധ്വാനത്തിലുമാണ് എന്ന് പറയുവാൻ കഴിയും. ലക്ഷ്യം വിട്ടുമാറി സഞ്ചരിക്കുകയാണ്. ക്രിസ്തുവിശ്വാസിയുടെ യഥാർത്ഥ ഉത്തരവാദിത്വങ്ങളെ മറന്ന് ജീവിക്കുന്ന അനുഭവത്തെ ഇന്ന് നമ്മിലും നമ്മുടെ സഹവിശ്വാസികളിലുമൊക്കെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. എൻ്റെ ഇന്നത്തെ പ്രധാന ചോദ്യം, 2024 ഈസ്റ്റർ ദിനത്തിലെ എൻ്റെ പ്രധാന ചോദ്യം ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ ഉയിർപ്പിൽ സന്തോഷിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ചേ. റിയലി, വാസ്തവത്തിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ ഉയർപ്പിൽ സന്തോഷിക്കുന്നവളാണോ, സന്തോഷിക്കുന്നവനാണോ, സന്തോഷിക്കുന്ന കുടുംബമാണോ, സന്തോഷിക്കുന്ന സഭയാണോ? എങ്കിൽ, അങ്ങനെ സന്തോഷിക്കുന്നുവെങ്കിൽ ആ ഉയിർപ്പിൻ്റെ സന്തോഷത്തെ നാം പങ്കുവയ്ക്കുന്നവരാണോ, പങ്കുവയ്ക്കുന്നവനാണോ, പങ്കുവയ്ക്കുന്നവളാണോ, പങ്കുവയ്ക്കുന്ന കുടുംബമാണോ, സഭയാണോ? ഇതൊരു വലിയ, നമ്മിൽ ഒരു വലിയ റീതിങ്കിങ്ങിലേക്ക് വഴി നടത്തുന്ന ഒരു ചോദ്യമാണ്. ഒരു പുനർചിന്തനത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒരു ചോദ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിൽ നാം സന്തോഷിക്കുന്നവരാണോ? സന്തോഷിക്കുന്നുവെങ്കിൽ ആ സന്തോഷത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന അനുഭവം നമ്മളിലുണ്ടോ? ഞാൻ 3 ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തേത്, നമുക്ക് സന്തോഷിക്കുവാനുള്ള ഒരു കാരണം ഉണ്ട് എന്നതാണ്. വി ഹാവ് റീസൺ ടു റിജോയ്സ് എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് യേശുവിൻ്റെ വാക്കുകൾ, ഉയർത്ത ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ഇവിടെ 3 ചിന്തകളെ കാണുവാനായി സാധിക്കും. 3 ചിന്തകൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ പ്രത്യക്ഷതയിൽ, ഈ 28-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ, 3 ചിന്തകൾ. അതിൽ ഒന്നാമത്തേത്, യേശു ജീവനോടെ ഉണ്ട് എന്നതിൻ്റെ വന്ദനസ്വരം, അതൊരു സന്തോഷമാകുന്നു. കാരണം ഉയർത്ത ക്രിസ്തു ആദ്യം ചെയ്യുന്ന എന്താണ്? ഇവർക്കൊരു വന്ദനം നൽകുകയാണ്. വാട്ട് ആൻ അമേസിങ്, വണ്ടർഫുൾ അല്ലേ, ഒരു വന്ദനസ്വരം. അതിന് ഇംഗ്ലീഷിൽ നൽകപ്പെട്ടിരിക്കുന്ന ഓൾ ഹെയിൽ എന്നുള്ളതാണ്. ഓൾ ഹെയിൽ എന്ന് പറഞ്ഞാൽ സ്തുതി എന്നുള്ളത്, സ്വസ്തി അഥവാ വന്ദനം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്ദനം. അപ്പോൾ മരിച്ച് അടക്കപ്പെട്ട ഒരു വ്യക്തി നമ്മെ എതിരേറ്റ് നമുക്ക് വന്ദനമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വന്ദനമെന്ന് പറയുമ്പോൾ, അത് നമ്മുടെ ഹൃദയത്തിൽ ഈസ് ബബ്ലിംഗ് ലൈക്ക് എനിത്തിങ്. അത് ഹൃദയത്തിനുള്ളിലെ ഒരു തുള്ളിച്ചാട്ടമാണ്, ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. നിരാശമാക്കപ്പെട്ട ജീവിതത്തിൽ, തളർന്നുപോയ ജീവിതത്തിന്, കഷ്ടപ്പെടുന്ന ജീവിതത്തിന് ഈ ഒരു വന്ദനസ്വരം എന്നുള്ളത് ഒരു ബബ്ലിംഗ് ആണ്, ഒരു തുള്ളിച്ചാട്ടമാണ്, സന്തോഷമാണ്. യേശു ജീവിക്കുന്നു, എൻ്റെ ഗുരുനാഥൻ ഇതാ ജീവിക്കുന്നു, ജീവനോടെയുണ്ട്. എനിക്ക് നഷ്ടമായി പോയി എന്ന് കരുതിയ ഗുരുനാഥൻ ഇതാ എന്നോടൊപ്പം കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ വന്ദനത്തിലൂടെ ലഭ്യമാകുന്നത്. അത് ജീവിതത്തിലൊരു സന്തോഷമാണ്. അതിൽ 2, യേശു പറയുന്നു, ഉയർത്ത ക്രിസ്തു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട് എന്ന് പറയുകയാണ്. അതിനർത്ഥം, ഭയപ്പെടേണ്ടെന്ന് പറയുന്നു എന്നതിൻ്റെ അർത്ഥം, ഗോഡ് ഈസ്
ഓൺ അവർ സൈഡ് എന്നുള്ളതാണ്. അതായത് ദൈവം നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. ഭയപ്പെടേണ്ട. കാരണം ഈ ഒരു 3 ദിവസത്തെ ഒരു വലിയ അങ്കലാപ്പും ആശങ്കയും ഈ ശിഷ്യന്മാരെ ഒരുപാട് ഭരിച്ചിരുന്നു. ക്രിസ്തു വിശ്വാസികൾ ഒരുപാട് ഭരിച്ചിരുന്നു. അവർ വലിയൊരു ആശങ്കയിലും ഭയപ്പാടിലും ഒരു ഭ്രമത്തിലുമൊക്കെ ആയിരുന്നു. അവിടെയാണ് ഉയർത്ത ക്രിസ്തു എന്ന് പറയുകയാണ്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. അതിനർത്ഥം ആ ഉയർത്ത ക്രിസ്തു നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്, നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതം നൽകുന്ന ഉറപ്പാണ്. എല്ലാം തകർന്ന അനുഭവത്തിലും പ്രതീക്ഷകളെല്ലാം നിരാശയായി മാറുമ്പോഴും നാം പ്രതീക്ഷിച്ചതൊക്കെ തകർന്നു നിൽക്കുമ്പോഴും നിങ്ങൾ ദൈവവിശ്വാസിയെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങൾക്കൊരു വന്ദനസ്വരമുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു വന്ദനസ്വരമുണ്ട്. 2, ഭയപ്പെടേണ്ടെന്ന് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ റിവെഞ്ച് എടുക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങളൊരു സേഫ്റ്റി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി അടുത്ത ഒരു വെഞ്ചറിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് ഐ ആം വിത്ത് യു ആസ് ലൈക്ക് യെസ്റ്റർഡേ. ഇന്നലകളിൽ ഈ കഴിഞ്ഞ 3 ദിനങ്ങൾക്ക് നിങ്ങളോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് തിരുവചനം ഓർപ്പിക്കുന്നത്, അല്പസമയത്തേക്ക് വേണ്ടി ഞാൻ നിങ്ങളെ താഴ്ത്തിയെങ്കിലും നിത്യമഹാദയോടെ ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്നുള്ള വാഗ്ദത്തങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത്. അല്പസമയത്തേക്ക് ദൈവം നമ്മെ താഴ്ത്തി, അല്ലേ? 3 ദിനങ്ങൾ. ഈ ശിഷ്യഗണങ്ങളെ സംബന്ധിച്ച് 3 ദിനങ്ങൾ, ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ച് 3 ദിനങ്ങൾ അവർ താഴ്ത്തപ്പെട്ട ഒരു അനുഭവമായിരുന്നു. കഴിഞ്ഞ 3.5 വർഷക്കാലം തലയെടുപ്പോടുകൂടെ നല്ല അന്തസ്സോടുകൂടെ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്തവർ, ഹോശന്ന പറഞ്ഞവർ, യേശുവിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർ, യേശുവിൻ്റെ ഉപദേശങ്ങളും അടയാളങ്ങളും ഒക്കെ അത് കേൾക്കുകയും കാണുകയും ചെയ്ത് അഭിമാനത്തോട് നിന്നവർ ഇതാ 3 ദിനങ്ങൾ കൊണ്ട് താഴ്ത്തപ്പെട്ട അനുഭവത്തിലാണ്, കുറഞ്ഞുപോയ അനുഭവത്തിലാണ്, തരംതാണ അനുഭവത്തിലാണ്, ഇല്ലായ്മയുടെ അനുഭവത്തിലാണ്. ക്രിസ്തു ഉണ്ടോ? ഇല്ലാത്ത അനുഭവം. അത്ഭുതങ്ങൾ കാണുവാനില്ല, അതിശയങ്ങൾ കേൾക്കുവാനില്ല, ഉപദേശങ്ങൾ കേൾക്കുവാനില്ല. എല്ലാം താഴ്ത്തപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് താഴ്ത്തപ്പെടുകയാണ്. എന്നാൽ ഇതാ 3 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങളെ ഇരട്ടി ശക്തിയോട് ഉയർത്തുന്ന ക്രിസ്തുനാഥന്റെ വന്ദനസ്വരം ഒപ്പം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ വലത് ഭാഗം, നിങ്ങളോട് ഒപ്പം സഞ്ചരിപ്പാൻ ഞാൻ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ടില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ അനാഥരാക്കി തീർത്തിട്ടില്ല. ഈ 3 ദിനങ്ങളെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ 3 വർഷമാകാം, 30 വർഷമാകാം, ഒരു പക്ഷേ 30 ദിവസങ്ങളാകാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വേദപുസ്തകം പറയുന്നു നിന്റെ കണ്ണുനീരിന് ഫലമുണ്ട്. ആമേൻ, സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ വിശ്വസിക്ക്. ആമേൻ. നിന്റെ കുറവുകളെ, പോരായ്മകളെ ദൈവം തീർത്തു തരും. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. മാനുഷിക പരിശ്രമങ്ങൾ പരിശ്രമിച്ച് വീണ്ടും ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടരുതേ, ഒന്നും കിട്ടുകയില്ല. ആമേൻ. ശിഷ്യഗണങ്ങളൊക്കെ യേശുവിനെ വിട്ട് പിന്മ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാനുഷ്യബുദ്ധി ചിന്തിച്ച് കഴിഞ്ഞ കാലങ്ങളിലുള്ള ദൈവമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവം നൽകിയ ബന്ധങ്ങൾ നഷ്ടമാക്കിക്കൊണ്ട് വേറൊരു ലെവലിലേക്ക് പോകുകയാണ്. ഫലമോ ഒടുവിൽ ഒന്നും കിട്ടിയില്ല. വലയും വള്ളവും ഒക്കെ ഉണ്ട്, എല്ലാം എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ മീൻ പിടിക്കും, ഇനി എനിക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ നോ, അവിടെ പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശു നൽകുന്ന ഉറപ്പ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട്, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട്. ഇത് ക്രിസ്തുനാഥൻ നൽകുന്ന ഉറപ്പാണ് പ്രിയമുള്ളവരെ. ഒന്നാമത്തെ ചിന്തയിലെ 3ാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, എൻ്റെ സഹോദരന്മാരോട് പോയി പറയുക. വന്ദനസ്വരം നൽകി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. 3ാമതായി പറയുന്നു, എൻ്റെ സഹോദരന്മാരോട് പോയി പറയുക. അതായത് മറ്റുള്ളവരോട് നിങ്ങൾ അനുഭവിച്ചതും ഞാൻ പറഞ്ഞതുമായ കാര്യങ്ങളെ പോയി പറയുവാൻ ക്രിസ്തുനാഥൻ ഇവിടെ അവരോട് ആജ്ഞാപിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചത്, ഞാൻ പറയുന്നത് നിങ്ങൾ പോയി പറയുക. ഇത് ഏറ്റവും ഉന്നതമായ ഒരു അനുഭവമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഞാൻ എന്തനുഭവിക്കുന്നു, എൻ്റെ ഗുരുനാഥനായ യേശുനാഥൻ എന്നോട് എന്ത് പറഞ്ഞു, അത് ഞാൻ മറ്റുള്ളവരോട് പറയുക. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ വാചാലരാകാറുണ്ട് മറ്റുള്ളവരോട്.
നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മെ വേദനപ്പെടുത്തിയവരെക്കുറിച്ചും ചതിച്ചവരെക്കുറിച്ചും സങ്കടപ്പെടുത്തിയവരെക്കുറിച്ചും ഒന്നുമില്ലാത്ത അനുഭവങ്ങളാക്കിയവരെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയുവാൻ ഒരുപാടുണ്ടാകും. ഒരുപാട് പേരുടെ അടുത്ത് പോയി നമുക്ക് നമ്മുടെ ഒക്കെ പറയുവാനുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ അഗ്നിയിൽ നിൽക്കുമ്പോഴും തീയിൽ നിൽക്കുമ്പോഴും മുള്ളുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും വേദനയുടെ ഒരു കൊടുങ്കാടിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് യേശുവിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചതിനെ, യേശു പറയുവാൻ പറഞ്ഞതിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അവിടെയാണ് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ, നിങ്ങളുടെ യഥാർത്ഥ ക്രിസ്തു വിശ്വാസി എന്നതിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം പ്രിയമുള്ളവരെ അതുണ്ടാകണം, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാം തകർന്നു നിൽക്കുമ്പോഴും ഒന്നുമില്ലാത്ത ശൂന്യതയുടെ നടുവിലും യേശുവിനെ ഉയർത്തി കാണിക്കുക. മറ്റുള്ളവരെല്ലാം നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മെ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും നമ്മെ ഇടക്കെന്ന് എണ്ണി തള്ളുമ്പോഴുമൊക്കെ അവിടെയൊക്കെ നിനക്ക് യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ കഴിയണം. ആമീൻ. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവം ആരെയും റിജക്റ്റ് ചെയ്യുന്നില്ല പ്രിയമുള്ളവരെ. കുറവുകളെ പരിഹരിക്കുന്നവൻ, പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ, പ്രവർത്തികളെ, തൻ്റെ വാക്കുകളെ മറ്റുള്ളവർക്ക് പങ്കിടുക, മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നമുക്ക് സന്തോഷിക്കുവാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഉയിർപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമാണ്. ഉയിർപ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ധൈര്യമാണ്. ഭയപ്പെടേണ്ട എന്നുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത്. ഉയിർപ്പെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഈ സന്തോഷം, ഈ സ്നേഹം, ഈ ദൗത്യം പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവം കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കുവാനുള്ള ഒരു കാരണം ഉയിർപ്പിലൂടെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഹാപുരോഹിതന്മാർ ഒന്നിച്ചു കൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ യേശുവിനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ എന്ന് പറഞ്ഞു. എൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു, നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണമുണ്ട്. അത് ക്രിസ്തുനാഥൻ്റെ ഉയിർപ്പാണ്. 2, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നേരിടേണ്ടുന്ന ഒരു ശത്രു നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. നാം നേരിടേണ്ടുന്ന ഒരു ശത്രു ഈ ലോകത്തിൽ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. വി ഹാവ് ആൻ എനിമി ടു ഫേസ് എന്നുള്ളതാണ്. വി ഹാവ് ആൻ എനിമി ടു ഫേസ്. പ്രിയരെ, നാം ഒരുപാട് ഉയിർപ്പിൽ സന്തോഷിക്കുമ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു ശത്രു നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ താമസിക്കുന്നിടത്തുണ്ട്, നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ ഒരു ശത്രു നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും കൺസേൺ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നടക്കുമ്പോൾ അദൃശ്യനായ ഒരു ശത്രു നിങ്ങളെ പിൻപറ്റുന്നുണ്ട്. നിങ്ങൾ ബസ്സിലാകാം, വാഹനത്തിലാകാം, നിങ്ങൾ മാർക്കറ്റിലാകാം, ജോലി സ്ഥലത്താകാം, നിങ്ങൾ ഭവനത്തിലാകാം, ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യയാകാം, ഒരു ചർച്ചിലാകാം, നിങ്ങളെ ഒരു ശത്രു പിൻപറ്റുന്നുണ്ട്. എന്തിനാണ് ഈ ശത്രു പിൻപറ്റുന്നത്? ഇവിടെ ഈ പോർഷൻ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വലിയ സന്തോഷമാണ്. സ്വാഭാവികമായിട്ട് ഒരു ഉയിർപ്പ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഇനി ഉയർത്തു, ഇനി കുഴപ്പമില്ല, ശത്രുവിനെ എന്നേക്കും നിലം പരിശാക്കി, എല്ലാം തീർന്നു, ഇനി സ്വസ്ഥതയാണ് എന്നൊക്കെയാണോ? ഒരിക്കലും അല്ല പ്രിയരെ. ഉയർത്ത് എന്ന് കേട്ട മാത്രയിൽ തന്നെ, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷനെന്ന് കേട്ട മാത്രയിൽ തന്നെ മഹാപുരോഹിതന്മാർ മൂപ്പന്മാരുമായിട്ട് കൂടിയാലോചന നടത്തുകയാണ്. പെട്ടെന്നൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് പടയാളികളെ വിളിച്ച് അവർക്ക് കുറെ പണം കൊടുക്കുകയാണ്. കൊടുത്ത് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം, പെട്ടെന്നൊരു കാര്യത്തെ സ്പ്രെഡ് ചെയ്യണം. എന്താണ്? അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് യേശുവിൻ്റെ ശരീരത്തെ കട്ടുകൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം. അതുകൊണ്ട് പണം കൊടുക്കുകയാണ്. പടയാളികൾ ഞങ്ങളത് ദൃക്സാക്ഷികളാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുവാനായിട്ട് പണം കൊടുക്കുകയാണ്. രണ്ട് വശങ്ങളെ നോക്കുക. ഒരു ഭാഗത്ത് യേശു പറയുന്നു, നിങ്ങൾ അനുഭവിച്ചതും ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോയി ലോകത്തോട് പറയുമ്പോൾ ഇപ്പുറത്ത് ശത്രു പറയുകയാണ്, കുറെ പടയാളികൾക്ക് പണം കൊടുത്തിട്ട്. ഇപ്പുറത്ത് യേശു കൊടുക്കുന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് ഈ മഹാപുരോഹിത മൂപ്പന്മാർ പണം കൊടുത്ത് ഒരു ന്യൂസ്, ഒരു ബാഡ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ പറയുകയാണ്.
ഒരു സത്യത്തെ അസത്യമാക്കുന്ന ചില സന്ദേശങ്ങളെ വ്യാജമായി പ്രചരിപ്പിക്കുവാൻ പറയുകയാണ്. അത് ഇന്ന് വരെയും പാലസ്തീനിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ക്രിസ്തു ഉയർത്തിട്ടില്ല, അവൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയതാണ്, അവൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്, യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ. എൻ്റെ രണ്ടാമത്തെ ചിന്തയിലെ ഒന്നാമത്തെ കാര്യമെന്നത്, പിശാച് യേശുവിൻ്റെ ഉയർപ്പിനെ നിന്ദിക്കുവാൻ, അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. സത്യത്തെ മലിനപ്പെടുത്തുവാൻ, നീതിയെ മലിനപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുകയാണ്. സൽപ്രവൃത്തികളെ മോശം പ്രവൃത്തികളാക്കുവാനായിട്ട് പിശാച് പരിശ്രമിക്കുകയാണ്. ഫിലിപ്പിയർ 2:9, 10, 11 വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുക. കുറേയേറെ കാര്യങ്ങൾ, പിശാചിൻ്റെ ചില തന്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇത് നമുക്ക് ചുറ്റും ഇന്ന് കാണുവാൻ കഴിയുന്നതാണ്. ഈ പറഞ്ഞ കാര്യം, ഉയിർപ്പിൻ്റെ ശക്തിയെ മലിനപ്പെടുത്തുവാൻ, നിന്ദിക്കുവാൻ, അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രം. നാം നമ്മുടെ പ്രവൃത്തിയിലൂടെ അപ്രകാരം നാം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു സത്യത്തെ, ഒരു നല്ല വ്യക്തിയെ, ഒരു നല്ല പേഴ്സണെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, നല്ലൊരു ദൈവവിശ്വാസിയെ, ഒരു ദൈവ പൈതലിനെ നാം മലിനപ്പെടുത്തുവാൻ, അപമാനിക്കുവാൻ, നിന്ദിക്കുവാൻ, തകർക്കുവാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നാം അതിൽ പങ്കാളികളായിട്ടുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഈ ഉയർപ്പിൻ നാൾ, ഉയർപ്പിൻ്റെ സ്മരണകൾ പുതുക്കുന്ന നാൾ, എപ്പോഴെങ്കിലും നാം അതിൽ, ആ ഗ്യാങ്ങിൽ നാം പെട്ടിട്ടുണ്ടോ? അല്ലെ, രണ്ട് വശത്തെ രണ്ട് ടീമുകളാണ്. ഒരു വശത്തെ ടീമിൻ്റെ ലീഡർ ക്രിസ്തുവാണ്, ശിഷ്യഗണങ്ങളാണ്, സ്ത്രീകളുണ്ട്. ഈ ഭാഗത്തെന്ന് പറയുന്നത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുമായിട്ട് കുറേ പടയാളികളുമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഏത് ഭാഗത്താണ് നാം ചേർന്നിട്ടുള്ളത്? ഉയർത്ത ക്രിസ്തുവിനെ കുറിച്ച് ആ സെലിബ്രേഷൻ നടത്തുമ്പോൾ ഇന്നും നിൽക്കുന്നത് ഏത് ഭാഗത്താണ്? ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രവൃത്തികളെയും ഈ കാലഘട്ടത്തെ ദൈവിക ശുശ്രൂഷകളെയും ദൈവിക പ്രവൃത്തികളെയും നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അപമാനിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്ന, ക്രിസ്തുവിൻ്റെ ശക്തിയെ, അനുഭവത്തെ പ്രസിദ്ധമാക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം ആയിരിക്കുന്നത്? ചിന്തിക്കുക പ്രിയമുള്ളവരെ. നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ചുറ്റുമുള്ളവരുടെ അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങൾ ഈ നൂറ്റാണ്ടിലുമുണ്ട് പ്രിയമുള്ളവരെ. എവിടെയാണോ നാം ദൈവത്തെയും ദൈവിക പ്രവർത്തനങ്ങളെയും മലിനപ്പെടുത്തുന്നത്, ദൈവമക്കളെയൊക്കെ അപമാനിക്കുന്നത്, ദൈവിക ശുശ്രൂഷകളെ അപമാനിക്കുന്നത്, അവിടെ പിശാച് ജയം കൈവരിക്കുകയാണ്. അവിടെ നാം സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബേർഡ് മെസ്സേജാണ്, ഗുഡ് മെസ്സേജ് അല്ല. ഒരു നല്ല വാർത്തയല്ല നാം സ്പ്രെഡ് ചെയ്യുന്നത്, ഒരു മോശം വാർത്തയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. പിശാച് എക്കാലത്തും യേശുവിൻ്റെ ഉയർപ്പിന്, ഈ കാലഘട്ടത്ത് യേശുവിൻ്റെ പ്രവൃത്തികളെയും സത്യസാക്ഷികളെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മക്കളെയൊക്കെ അപമാനിക്കുവാൻ, തകർക്കുവാൻ, വേദനപ്പെടുത്തുവാൻ, ഭയപ്പെടുത്തുവാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കുടുംബത്തിനകത്തു നിന്നാകാം, കുടുംബത്തിൻ്റെ പുറത്തു നിന്നാകാം, സഭയ്ക്കുള്ള സമൂഹത്തിൽ നിന്നാകാം, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാകാം, നമ്മെ അപമാനപ്പെടുത്തുവാൻ, നമ്മെ നിന്ദിക്കുവാൻ, നമുക്കുള്ളിലുള്ള ഉയിർപ്പിൻ്റെ ശക്തിയെ, ക്രിസ്തുനാഥൻ്റെ ആ ദൈവ സാന്നിധ്യത്തെ മലിനപ്പെടുത്തുവാൻ, നമ്മെ പ്രകോപിപ്പിക്കുവാൻ, നമ്മെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇന്നും പിശാച് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്കെതിരായിട്ട് മറ്റുള്ളവരിലൂടെ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? ഇത് ചിന്തിക്കേണ്ട ഒരു ദിനം കൂടെയാണ് ഈ വർഷത്തെ ഈസ്റ്റർ എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ ചിന്തയിലെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പിശാച് നമ്മെ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നൽകി നമ്മിലുള്ള ഉയിർപ്പിൻ്റെ സാക്ഷ്യത്തെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നു. മറക്കരുത്, പിശാച് നമുക്ക് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നൽകി നമുക്കുള്ളിലുള്ള ഉയിർപ്പിൻ്റെ സാന്നിധ്യത്തെ, സാക്ഷ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം എല്ലാം ദൈവമക്കളെന്ന പേര് കൊണ്ടവരാണ്, ദൈവത്തിൻ്റെ പൈതൽ. എപ്പോഴാണോ പാപം നമ്മിലേക്ക് വരുന്നത്, നാം ദൈവത്തിൻ്റെ പൈതലായി തീരുമ്പോൾ നമുക്കുള്ളിലുള്ള ഉയിർപ്പിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഉയിർത്ത ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തുവിനെ അപമാനിക്കുവാൻ, അല്ലെങ്കിൽ നമുക്കുള്ളിലുള്ള സാക്ഷ്യത്തെ അപമാനിക്കുവാൻ
ഈ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്ന് വേണം പറയുവാൻ. ഞാൻ ചുരുക്കമായി പറഞ്ഞാൽ, പാപം ചെയ്യുവാൻ നമ്മെ പിശാച് പ്രേരിപ്പിക്കുന്നതിലൂടെ നമ്മിലുള്ള ഉയിർപ്പിൻ്റെ സാക്ഷ്യം നഷ്ടമായി തീരുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്റ്റോറി ഇപ്രകാരം വായിക്കുവാനിടയായി. ഒരു ചെറിയ ഒരു സംഭവമാണ്, നടന്ന സംഭവമാണ്. അതിപ്രകാരമാണ്: ഒരു മനുഷ്യൻ എല്ലാ ദിവസവും തൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുവിടാറുണ്ട്. രാവിലെ സ്കൂളിൽ പഠിക്കുവാൻ കൊണ്ടുവിട്ടിട്ട് തിരികെ വരുന്ന വഴിക്ക് എല്ലാ ദിവസവും ഒരു പലചരക്ക് കടയിൽ കയറി അവിടെ നിന്ന് ന്യൂസ് പേപ്പർ വാങ്ങാറുണ്ട്. അപ്പോൾ അന്നുള്ള വാർത്തകൾ അറിയുവാനായി ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പൈസ കൊടുക്കും ഉടമസ്ഥൻ്റെ കയ്യിൽ. അവിടെ അടുക്കി വച്ചിരിക്കുന്ന അന്നുള്ള ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കും, വീട്ടിൽ പോവും, വായിക്കും. ഒരു പ്രത്യേക ദിവസം ഇദ്ദേഹം തൻ്റെ മകനെ സ്കൂൾ വിട്ട് തിരിച്ചു വന്നു. ഓരോ ദിവസത്തിൻ്റെ പൈസയാണ് അദ്ദേഹം വയ്ക്കുന്നത്. അന്നത്തെ ദിവസം ഒരു പത്രത്തിൻ്റെ പൈസ വച്ചു. അദ്ദേഹം പത്രമെടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, താൻ ഒരു ന്യൂസ് പേപ്പറിന് പകരം 2 ന്യൂസ് പേപ്പർ അറിയാതെ താൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അറിയാതെ തൻ്റെ കൈകളിൽ 2 ന്യൂസ് പേപ്പർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ചിന്തിച്ചു, എന്തായാലും നാളെ പോകുമ്പോൾ ഇതിൻ്റെ ക്യാഷ് കൊടുക്കാം, ഞാൻ എക്സ്ട്രാ വാങ്ങിയതിൻ്റെ ക്യാഷ് കൊടുക്കാം. വീണ്ടും ഇദ്ദേഹം ചിന്തിച്ചു, നോ, അത് ശരിയല്ലല്ലോ. ഇന്നത്തെ പത്രം അദ്ദേഹം അറിയാതെ ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് വന്നു, അറിയാതെ സംഭവിച്ചതാണ്. ഉടനെ പോയി അത് തിരുത്തുക. തെറ്റ് എന്ന് തോന്നിയാൽ അത് ഉടനെ തിരുത്തുന്ന ഒരു പ്രകൃതത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ ഉടനെ തന്നെ ഡ്രസ്സ് ചെയ്ത് ആ പലചരക്കിൽ കടയിൽ പോയി അദ്ദേഹം കടക്കാരനോട് പറഞ്ഞു, ഞാൻ ഒരു പത്രം എടുത്ത കൂട്ടത്ത് മറ്റൊരു പത്രം കൂടെ വന്നു, അത് ഞാൻ തിരിച്ചു നൽകുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, അത് സാരമില്ലായിരുന്നു, നാളെ നമുക്കെന്തെങ്കിലും സെറ്റിൽ ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നു. ഇല്ല, അത് തെറ്റാണ്, കാരണം അത് എനിക്ക് അർഹതപ്പെട്ടതല്ല, അതാണ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്. ചില ദിനങ്ങൾ കഴിഞ്ഞു, ചില ആഴ്ചകൾ കഴിഞ്ഞു. ഒരിക്കൽ ആ കടയിൽ ഒരു മോഷണം പോകാനിടയായി. കുറച്ച് പൈസ മോഷണം പോയി. പോലീസ് വന്നു. അപ്പോൾ ആ മോഷണം പോയ സമയത്ത് 2 പേരാണ് ആ കടയിൽ വന്നു പോയതായിട്ട് അവിടുത്തെ CCTVയിൽ കാണുവാനായി സാധിച്ചത്. 2 പേർ. ഒന്ന് ഈ മകനെ സ്കൂളിൽ വിട്ടിട്ട് പോയി വന്ന ഈ പിതാവും, മറ്റൊന്ന് വേറൊരു വ്യക്തിയും. അപ്പോൾ ഈ 2 വ്യക്തിയെയും പോലീസ് വിളിക്കുവാനിടയായി. ഈ പലചരക്ക് കടക്കാരൻ്റെ സാന്നിധ്യത്തിൽ വയ്ക്കുകയുണ്ടായി. ഉടനെ തന്നെ പലചരക്ക് കടക്കാരൻ പറഞ്ഞു, അയ്യോ, ഈ ആളെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ സ്കൂളിൽ മകനെ വിട്ടിട്ട് പോയി ഈ തിരികെ പത്രം വാങ്ങാൻ വരുന്ന ഈ ആളിനെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം. ഇദ്ദേഹം ഒരിക്കലും പൈസ മോഷ്ടിക്കുകയില്ല, അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്ന ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് പോലീസിൻ്റെ മുൻപാകെ അദ്ദേഹം കൊടുക്കുകയാണ്. അത് വാസ്തവമായിരുന്നു. കള്ളൻ മറ്റേയാളായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞതാണ്. പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ ശിക്ഷാവിധി രക്ഷപ്പെടുവാൻ മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ ഒരുപാട് ജീവിതങ്ങളെ ഈ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്, നാം നേരിടേണ്ടുന്ന ഒരു ശത്രു ഈ ലോകത്തിൽ നമുക്കുണ്ട്. നമുക്ക് ഈ ലോകത്തിലുണ്ട്. അത് മറ്റാരുമല്ല, പിശാചാകുന്ന ശത്രു. ഈ ശത്രുവിനെ എപ്പോഴും നേരിടുവാൻ നിങ്ങൾ പരിശീലിച്ചിരിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ, ചെവി തുറന്നിരിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കുവാൻ പോകുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ശത്രു എന്നെ പിൻപറ്റുന്നുണ്ട്, അദൃശ്യനായി എന്നോട് കൂടെയുണ്ട്, എന്നെ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ വീഴ്ത്തി എന്നിലുള്ള ക്രൈസ്തവ സാക്ഷ്യത്തെ, ദൈവിക സാക്ഷ്യത്തെ നഷ്ടമാക്കുവാൻ എനിക്കൊരു ശത്രുവുണ്ട്. അത് പിശാചാകുന്നു. അതിനെ നഷ്ടപ്പെടുത്തുവാൻ, എൻ്റെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ അത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുള്ളിൽ ഉണ്ടാകണം. മൂന്നാമത്തെ ചിന്ത നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായി ഞാൻ പറഞ്ഞു,
ഉയിർപ്പെന്ന് പറയുന്നത് അത് ഉയിർപ്പ് നമുക്ക് സന്തോഷിക്കുമുള്ള ഒരു കാരണമുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയിർത്തു എന്നത്. രണ്ടാമത്തെ, നാം നേരിടാനുള്ള ഒരു ശത്രു ഈ ലോകത്തിൽ നമുക്കുണ്ട്, അത് പിശാചാകുന്നു. മൂന്നാമത്തേത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എൻ്റെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വി ഹാവ് എ ജോബ് ടു ഡു എന്നതാണ്. നാം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി നമുക്ക് ഉണ്ട്. നാം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി നമുക്കുണ്ട്. പലരും അതീവ ഗുരുതരമായി കാണാത്ത, അതീവമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ, പരിഗണന നൽകാത്ത ഒരു ചിന്തയാണ് നാം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി ഈ ലോകത്തിൽ നമുക്കുണ്ട്. പ്രിയരെ, നാം ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. ഫോർ അവർ ചിൽഡ്രൻ, അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ പാരൻസിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ ഒരുപാട് അല്ലേ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി ഉണ്ട്, അത് കാണിച്ചു തരികയാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് പോയി അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ യു മസ്റ്റ് ഷെയർ അബൌട്ട് ദ ഗുഡ് ന്യൂസ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് നല്ല സുവാർത്ത നല്ല സുവിശേഷമായ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അതിനായി നാം 3 കാര്യങ്ങൾ ചെയ്യണം. ഇനിയും നമുക്കങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നാം യേശുവിനെ കണ്ടുമുട്ടിയ സ്ഥലത്ത് നാം തിരികെ വരണമെന്നുള്ളതാണ്. എവിടെയാണോ നാം ആദ്യം യേശുവിനെ കണ്ടുമുട്ടിയത് അവിടേക്ക് നാം തിരിച്ച് വരിക എന്നുള്ളതാണ്. വി നീഡ് ടു റിട്ടേൺ ടു ദ പ്ലേസ് വേർ വി മെറ്റ് അവർ ജീസസ്. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലും അതിന് സാധിച്ചിട്ടുണ്ടോ നമുക്ക്? അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാം യേശുവിനെ ആദ്യമായി അനുഭവിച്ച, ആദ്യമായി കണ്ടുമുട്ടിയ, ആദ്യമായി സംസാരിച്ച, ആ അത്ഭുതമേറിയ പ്രവൃത്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാക്കിയ ആ സ്ഥലത്ത് നാം മടങ്ങിച്ചെല്ലണമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ സമർപ്പണം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബോധമണ്ഡലം ആ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവരണം. യഥാർത്ഥ പ്രവൃത്തി ചെയ്യുവാൻ മുൻവരണമെങ്കിൽ. പ്രിയമുള്ളവരെ, ദൗത്യം മറന്ന വിശ്വാസ ജീവിതം, ലക്ഷ്യമില്ലാത്ത വിശ്വാസ ജീവിതം, ലോകകാര്യങ്ങൾ മുഴുകിയ മനസ്സ്, ഇവകളെ വിട്ട് യേശുവിനെ ആദ്യം പരിചയപ്പെട്ട, ആദ്യം നിങ്ങൾ ബന്ധപ്പെട്ട സ്ഥാനത്തേക്ക് മടങ്ങി വരണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ശരിയല്ലേ പ്രിയരെ? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നി, എനിക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? എവിടെയാണ് ഞാൻ ഇത്രയധികം ക്രിസ്തുവിൽ നിന്നും അകന്നുപോയി, ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ വിട്ട് ഞാൻ അകന്നുപോയി? എവിടെയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചത്? എവിടെയോ ഒരു കുഞ്ഞു പ്രയാസം എൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ഞാൻ സമനില തെറ്റി, ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനായിപ്പോയി, എന്തിലൊക്കെ ഞാൻ പോയി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ കിടക്കുകയാണ്. ശരിയല്ലേ? ഞാൻ ചെയ്യേണ്ട കാര്യത്തെ ചെയ്യാതെ ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തെല്ലാം മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ലക്ഷ്യം ഇല്ലാത്ത ജീവിതം, ദൗത്യം മറന്ന വിശ്വാസ ജീവിതം, ലോകകാര്യങ്ങൾ മുഴുകിയ ജീവിതത്തെ വിട്ട് ആദ്യത്തേതിലേക്ക് മടങ്ങി വരിക. നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക്, ദൈവവുമായുള്ള ബന്ധത്തിലെ ആദ്യ സ്നേഹം, ദൈവവുമായുള്ള ബന്ധത്തിലെ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുകയാണ് നാം. യഥാസ്ഥാനപ്പെടുവാൻ, നമ്മെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ, ക്രമീകൃതമാക്കുവാൻ, അതിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. കാരണം ഉയിർത്ത കർത്താവിൻ്റെ ഒരു ദൗത്യം നിങ്ങൾക്ക് ഉണ്ട്. ആമേൻ. ഉയിർത്ത കർത്താവിൻ്റെ ഒരു ദൗത്യം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് മടങ്ങി വരിക. യു ഹാവ് ആൻ റെസ്പോൺസിബിലിറ്റി. ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. ഉയിർത്ത കർത്താവിൻ്റെ ദൗത്യം ചെയ്യാതെ നിങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസിയായിരിക്കാൻ, ഒരു ശിഷ്യനായിരിക്കുവാൻ, ശിക്ഷയായിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക.
എൻ്റെ മൂന്നാമത്തെ ചിന്തയിലെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ കഴിവിലും നമ്മുടെ വിളിയിലുമുള്ള നമ്മുടെ സംശയത്തെ നാം തരണം ചെയ്യണം. പലപ്പോഴും വി ആർ ഹാവിങ് ഡൗട്ട്, അല്ലേ? നാം എന്തെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധികളൊക്കെ കാണുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ പ്രാർത്ഥിച്ചിട്ടുമൊക്കെ മാറാതെ വരുന്ന മലകൾ പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൂമ്പാരം പോലെ കൂടിക്കിടക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു, എന്നിൽ ദൈവത്തിൻ്റെ വെളിയില്ല, എന്നിൽ ദൈവിക സംരക്ഷണമില്ല, എന്നിൽ ദൈവിക നടത്തിപ്പില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാം ദൈവത്തെയും ദൈവിക പ്രവൃത്തിയും സംശയിച്ച് തുടങ്ങുകയാണ്. ഞാൻ ദൈവവിശ്വാസത്തിലാണോ? അല്ലേ? ഒന്ന് ചിന്തിച്ചേ. ഞാൻ ദൈവവിശ്വാസത്തിലാണ്, ഞാൻ ദൈവത്തിൻ്റെ വഴി വിട്ടാണോ സഞ്ചരിച്ചത്? എവിടെയൊക്കെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചോ? ദൈവം എന്നോട് കൂടെ ഇല്ലല്ലോ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളത്തിൻ്റെ ഉപവാസങ്ങളും കണ്ണുനീരും കൃത്യമായുള്ള ഇടവേള പ്രാർത്ഥനകളും എല്ലാം ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നല്ലോ. ആമേൻ. ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ടപ്പെട്ട അനുഭവത്തിൽ ഞാൻ നല്ല വ്യക്തി ബന്ധങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. പ്രാർത്ഥിക്കുന്നതുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന നല്ല ആത്മീക പങ്കാളികളെ ഞാൻ വിട്ടുകളഞ്ഞല്ലോ. ഞാൻ വിട്ടുകളഞ്ഞ് മറ്റേതിലോ ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക പ്രിയരെ. മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. യെസ് ലോർഡ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കുറവുകൾ സംഭവിച്ചു പോയി. അങ്ങനെ വിളിച്ച വിളിയെ ഞാൻ സംശയിച്ചു, എന്നിലെ വിശ്വാസത്തെ ഞാൻ സംശയിച്ചു, അങ്ങയുടെ പ്രവൃത്തിയെ ഞാൻ സംരക്ഷിച്ചു, അങ്ങ് സംരക്ഷണം നൽകാതിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. ഇതെൻ്റെ ജീവിതത്തിലെ കുറവാണ്, ന്യൂനതയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാവമാണ്. ഉയർത്ത ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ ഞാൻ സംശയിച്ചു, ഉയർത്ത ക്രിസ്തുവിനെ ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ തിക്തഫലം ഇതാ ഞാൻ അനുഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. മറന്നു പോകരുതേ. നീ ഇന്നലകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഫലം വരാനിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ ദിനങ്ങളിൽ നീ സംശയിക്കുന്ന, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, തെറ്റുകളുടെ ഫലം അതും വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. നമ്മുടെ കഴിവിലും നമ്മുടെ വിളിയിലും നാം ഒരിക്കലും സംശയിക്കരുത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് കർത്താവ് നൽകിയൊരു വിളിയാണ്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ വലിയവരാകാം, ചെറിയവരാകാം, വിദ്യാസമ്പന്നരാകാം, വിദ്യാഹീനരാകാം, നിങ്ങൾ സമ്പന്നരാകാം, ദരിദ്രരാകാം. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആദ്യത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ വിളിയിലുള്ള സംശയത്തെ നിങ്ങൾ മാറ്റിക്കളയുക. യെസ്, ഐ ലവ് മൈ ഗോഡ്. ഗോഡ് ലവ്സ് മീ. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ തീച്ചുള്ളവരുടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു ദൈവമില്ലേ? എന്നോ നഷ്ടപ്പെട്ടു പോകേണ്ടുന്നവർ, എന്നോ നശിച്ചു പോകേണ്ടുന്നവർ, എങ്കിലും ദൈവം നിങ്ങളെ നടത്തുന്നില്ലേ? നല്ല ആരോഗ്യമുള്ളവരൊക്കെ പലതരത്തിൽപ്പെട്ട പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുമ്പോൾ, നല്ല സമ്പത്തുള്ള ഒരുപാട് പ്രതികൂലങ്ങളൂടെ പോകുമ്പോൾ, ഒന്നുമില്ലാത്തവരും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു ചെല്ലുന്ന അതിൻ്റെ നടുവിലും ഓരോ ദൈവവേദനയും ദൈവം നടത്തുന്ന വിധങ്ങളെ ഒന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക. എൻ്റെ മൂന്നാമത്തെ ചിന്തയിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സുവിശേഷം അറിയിക്കുവാൻ, സ്നാനപ്പെടുത്തുവാൻ, ശിഷ്യരാക്കുവാൻ നാം മുന്നോട്ട് യാത്ര ചെയ്യണമെന്നുള്ളതാണ്. ഒരു പടി ഒന്ന് മുന്നോട്ട് യാത്ര ചെയ്യുക, ഒരു സ്റ്റെപ്പ് ഒന്ന് ഉയർത്തി വയ്ക്കുക. നിങ്ങളിപ്പോൾ പോകുന്ന ഒരു സമമായ ഒരു അനുഭവമുണ്ട്, അല്ലേ? നിങ്ങളൊരു കംഫർട്ട് സോണ്, നിങ്ങളും നിങ്ങളുടെ കുടുംബം മാത്രം ഉൾപ്പെടുന്ന ഒരു ലോകം. ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മാറി ഒന്ന് മുകളിലോട്ട് ചവിട്ടിയേ. ആ സ്റ്റെപ്പ് എന്ന് പറയുന്ന, ആ പടി എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുവാൻ, സ്നാനപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ യേശുവിൻ്റെ ശിക്ഷഗണത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം, ഒരു ഉത്തരവാദിത്വം, ഒരു ദൗത്യം. അത് ചെയ്യുവാൻ നിങ്ങൾ മുൻവരുവാൻ ഈ ഉയിർപ്പിൻ്റെ ദിനത്തിൽ 2024 ഈസ്റ്റർ ദിനത്തിൽ ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തോട് പറയുവാൻ നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. ഈ ലോകത്തോട് പറയുവാൻ നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. അതെ, ഉയിർപ്പിൻ്റെ ചരിത്രം. ഇന്നത്തെ ചിന്താവിഷയം ഇതുതന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തോട് പറയുവാൻ നിങ്ങൾക്കൊരനുഭവമുണ്ട്. ഈ ലോകത്തോട് പറയുവാൻ നിങ്ങൾക്കൊരനുഭവമുണ്ട്. ഒന്ന് നിങ്ങളിലേക്ക് നോക്കിയേ, നിങ്ങൾ തിരിഞ്ഞു നോക്കിയേ.
ഈ ലോകത്തോട് പറയുവാൻ എൻ്റെ ദൈവം എനിക്കൊരു അനുഭവം തന്നിട്ടുണ്ടോ? യെസ്, എനിക്കൊരു അനുഭവം തന്നിട്ടുണ്ട്. അതെന്താണ്? ഒരു ചരിത്രമുണ്ട്, ഉയിർപ്പിൻ്റെ ചരിത്രം. യേശു ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. ഹി ഈസ് മൈ ജീസസ് റിസൺ ഫ്രം ദ ഡെഡ്. അവൻ മരണത്തിൽ നിന്നും ഉയിർത്തിരിക്കുന്നു. അത് ചരിത്രമാണ്. എനിക്ക് പറയുവാൻ ഉയിർത്തവൻ്റെ ഒരു ചരിത്രമുണ്ട്. എനിക്ക് ലോകത്തോട് പറയുവാൻ ഒരു ജീവിതമുണ്ട്. യേശുവിൻ്റെ ജീവിതം, യേശുവുമായുള്ള ബന്ധത്തിൽ ഒരു ജീവിതമുണ്ട്. അതെ, യേശുവിൻ്റെ ജീവിതം എനിക്ക് ഈ ലോകത്തോട് പറയണം. അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ട്. ഈ ലോകത്തോട് പറയുവാൻ എനിക്കൊരു അനുഭവമുണ്ട്. യേശുവുമായുള്ള ബന്ധത്തിൽ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ഈ ലോകത്തോട് പറയുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്, ഉയർത്തവൻ്റെ ചരിത്രമുണ്ട് ഈ ലോകത്തോട് പറയുവാൻ. നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ഈ ലോകത്തോട് പറയുവാൻ, യേശുവിൻ്റെ ജീവിതം. നിങ്ങൾക്കൊരനുഭവമുണ്ട് യേശുവിൽ ഈ ലോകത്തോട് പറയുവാൻ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മരണത്തിന് മുൻപ് നിങ്ങൾ ഇത് ചെയ്യാതെ പോകരുതേ. നിങ്ങളുടെ മരണത്തിന് മുൻപ് ഈ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ കടന്നു പോകരുത്. തീരുമാനിക്കുക, എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ ഈ പ്രവൃത്തി നിറവേറ്റും ഈ ഭൂമിയിൽ. ഒരു ഭാഗത്ത് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ, ആരും നമ്മെ മനസ്സിലാക്കാതെ പോകുന്ന അനുഭവങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന നാളുകൾ, സങ്കടങ്ങൾ നൽകുന്ന നാളുകൾ, അല്ലെങ്കിൽ പലപ്പോഴും ഉയർച്ച താഴ്ചയൊക്കെ അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ, കാടും മേടുകൾ നിറഞ്ഞ ലോക ജീവിതം, തിരക്ക് പിടിച്ച അനുഭവങ്ങൾ. ഇതിൻ്റെ നടുവിൽ ഈ 3 പ്രവൃത്തികൾ ചെയ്യാതെ നിങ്ങൾ മരിക്കരുതേ. കർത്താവിന് വേണ്ടി ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ കഴിയുന്നത്. ഈ അനുഭവത്തിലായി തീരുവാൻ ഈ ഉയിർപ്പിൻ ദിനത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ ദൈവത്തോട് പറയുക, ഉടമ്പടി എടുക്കുക. അതെ ദൈവമേ, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുവാൻ മുൻവരുന്നു. എന്നെ സഹായിക്കണമേ, എന്നെ വഴി നടത്തണമേ, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുമ്പോൾ, നാം ഈ ലോകത്ത് നേരിടേണ്ടുന്ന ഒരു ശത്രു നമുക്ക് ഈ ലോകത്തുണ്ട്. ഒരു ശത്രു ഉണ്ട്. ആ ശത്രു ആരാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക. ഇതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. നിങ്ങളെ സ്പർശിച്ച ദൈവത്തിൻ്റെ വചനം, അനുഭവം മറ്റുള്ളവരും കേൾക്കട്ടെ. ക്രിസ്തുവിലേക്ക് അവർ തിരിയട്ടെ. സകല മാനവ മഹത്വം യേശുവിന് കൊടുക്കുക. കർത്താവെ, അങ്ങോ വളരണം, ഞാനോ കുറയണം. എന്നിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവിളയ്ക്കായി സ്തോത്രം. ലോകമെമ്പാടും ഇന്ന് ഈസ്റ്റർ ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും കർത്താവ് ഈസ്റ്ററിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ അപ്പൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ ഒരു സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അത് ഉയർത്ത ദൈവമാണ്. ആ സന്തോഷം ഞങ്ങൾക്കുണ്ട്. രണ്ടാമതായി ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ നേരിടേണ്ടുന്ന ഒരു ശത്രു ഈ ലോകത്ത് ഞങ്ങൾക്കുണ്ട്. അത് പിശാചാകുന്നു. നന്ദി പിതാവേ, അത് ഞങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. മൂന്നാമതായി ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുവാൻ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ഉയർത്തവൻ്റെ ചരിത്രം, ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഉയർത്തവൻ്റെ ചരിത്രം, ഒരു ജീവിതം ഞങ്ങൾക്കുണ്ട്. യേശുവിൻ്റെ ജീവിതം, ഒരനുഭവം ഞങ്ങൾക്കുണ്ട്. ക്രിസ്തുവിലുള്ള ഒരനുഭവം. അത് ഞങ്ങൾ മറ്റുള്ളവരോട്, ലോകത്തോട് പങ്കുവയ്ക്കുക. സർവശക്തനായ ദൈവം സഹായിക്കണമേ. ഈ സന്ദേശം ശ്രവിച്ച എല്ലാ അങ്ങയുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ സ്വർഗീയ കരം നിന്റെ മക്കളുടെ തലമേൽ വയ്ക്കണമേ. കരം പിടിച്ച് നടത്തണമേ. പ്രതിസന്ധിയിലൊക്കെ താങ്ങും തണലും തുണയുമായി കൂടെ ഇരിക്കണമേ. കർത്താവ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. യേശു ഞങ്ങളുടെ രക്ഷകൻ, യേശു ഞങ്ങളുടെ സമാധാനം, പ്രിയൻ യേശു ഞങ്ങളുടെ എല്ലാം 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 ഞങ്ങൾ പൂർണ്ണമായി അപ്പൻ്റെ കരത്തിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. പിതാവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. തിരുക്കൃപയെ ബലപ്പെടുത്തണമേ. അപ്പ അങ്ങല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല. അങ്ങാതെ ഞങ്ങളുടെ സർവസ്വം ഞങ്ങൾ വഴി നടത്തണമേ. അപ്പ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരെ ആശീർവദിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. അപ്പ വേദനപ്പെടുന്നവർ, യാതനപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, പ്രതികൂലങ്ങൾ മധ്യയായിരിക്കും, സാമ്പത്തിക ക്ലേശങ്ങൾ കടന്നു പോകുന്നവർ, രോഗത്തിന്റെ ആശുപത്രി വാസം കടന്നു പോകുന്നവരെ യേശുവിന്റെ നാമത്തിൽ അടിയൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ. സമാധാനത്തിന്റെ പ്രഭു കൂടെ ഇരിക്കണമേ. കാത്തോളണമേ. കൃപയും ബലപ്പെടുത്തണമേ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള
ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാനം, സന്തോഷം നിങ്ങളെ വരും സദാകാലം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ.